ഷോണ് പറഞ്ഞ നിയമ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ കേസിലെ പ്രധാന ഉത്തരവാദി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുകയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നിയമപരമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ താൻ നിയമ പോരാട്ടം തുടരും. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് ഒരു ഗത്യന്തരമില്ലാതെ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ കൊച്ചിയിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായത്. രാത്രി വരെ ചോദ്യം ചെയ്യൽ നീണ്ടു. രാവിലെ 11 മണിക്ക് തുടങ്ങിയ ചോദ്യം ചെയ്യലാണ്. നിരവധി രേഖകൾ കാണിച്ചു. ഒന്നിനും വ്യക്തമായ മറുപടിയൊന്നും വീണ നൽകിയില്ല എന്നാണ് പുറത്തറിയുന്നത്. അതായത് ഒരു മാസം 8 ലക്ഷം രൂപ എന്തിനു കിട്ടി, എങ്ങനെ വന്നു, 1.72 കോടി രൂപ CMRL എന്തിനു നൽകി, പിന്നെ അതിനു മുമ്പ് തന്നെ CMRLൻ്റെ ശശീരൻ കർത്തയുടെ ഭാര്യ ജയ കർത്ത, മകൻ ശരൺ കർത്ത, മകൾ, അങ്ങനെ ഇവരെയൊക്കെ ചോദ്യം ചെയ്തു. ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കൗണ്ടർ ക്വസ്റ്റ്യനിങ്ങും ഒക്കെ ഉണ്ട്. 2ാം തവണയാണ് വീണയെ ചോദ്യം ചെയ്തത്. അതെ, രാത്രിയായപ്പോൾ വിട്ടയച്ചു. ശരിക്കും അധികം വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. നമ്മൾ വെറുതെ ഊഹാപോഹം പറഞ്ഞിട്ട് കാര്യവുമില്ല. പക്ഷേ ഇഡിക്കൊന്നും വ്യക്തത വന്നിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള നീക്കം എന്തായിരിക്കും? അല്ല, ഇവിടെ ഇഡിക്ക് വ്യക്തത വരാത്തതല്ല. ഇഡി വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് ഒരു അന്വേഷണ ഇഡിയോട് വ്യക്തത വരുത്താൻ വീണയ്ക്കായില്ല. അത് ശരിയാണ്. കാരണം 1.72 കോടിയല്ല, അത് ആദ്യം പുറത്തു വന്ന കണക്കാണ്. പിന്നീട് അത് കൂടുതൽ വിശദമായിട്ട് അന്വേഷിച്ച് വന്നപ്പോൾ 2.78 കോടി രൂപ, അതായത് പിന്നെ 5-3-8 ലക്ഷം രൂപ വീണയും എക്സാലോജിക്കും ചേർന്ന് CMRL നിന്ന് കൈപ്പറ്റുന്നു. അങ്ങനെ 3 വർഷം, ഒരു വർഷം 96 ലക്ഷം രൂപ വെച്ച് 3 വർഷം. അങ്ങനെയാണ് ഈ 2.78 കോടിയുടെ കണക്ക് വരുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാധാരണ സ്ത്രീകളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ വൈകിട്ട് 6 മണിക്ക് അത് അവസാനിക്കും. അത് അവസാനിപ്പിക്കുക. എല്ലാ ഏജൻസികളും അങ്ങനെയാണ്. അല്ലാത്ത പക്ഷം അവർ കസ്റ്റഡിയിലേക്ക് പോകും. ആളിനെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലെടുത്താൽ ഒരു നിശ്ചിത സമയത്തിനകം മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ അറസ്റ്റ് രേഖപ്പെടുത്തി ഹാജരാക്കണം. പക്ഷേ ഇവിടെ വീണയെ അങ്ങനെ കസ്റ്റഡിയിലെടുത്തില്ല. പകരം കുറച്ചുകൂടെ സമയം നീട്ടി. 6 മണി എന്നുള്ളത് ഏതാണ്ട് 8 മണി ആണ് വീണ പുറത്തിറങ്ങുന്നത്. 8 മണി കഴിഞ്ഞാണ് വീണ പുറത്തിറങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അത്രയും സമയം കൂടുതലെടുത്തു? ഈ 6 മണിക്ക് ശേഷം വീണ്ടും വീണയെ ഇരുത്തി എന്നൊക്കെയുള്ള ചോദ്യത്തിന് അതാണ് കേന്ദ്ര ഏജൻസികളുടെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെ ഒരു തന്ത്രം. കാരണം ഈ പറഞ്ഞതുപോലെ ജയ കർത്തയെ ചോദ്യം ചെയ്തു, ശശിധരൻ കർത്തയുടെ മകൻ ശരൺ എസ് കർത്തയെ ചോദ്യം ചെയ്തു, മകൾ ഷിബി എസ് കർത്തയെ ചോദ്യം ചെയ്തു. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണയോട് പുതിയ ചില ചോദ്യങ്ങൾ ചോദിച്ചു. നേരത്തെ വീണയ്ക്ക് ചോദ്യാവലി തയ്യാറാക്കി നൽകിയിരുന്നു. അതിന് അഭിഭാഷകൻ മുഖേന മറുപടി നൽകാം എന്നാണ് വീണ അറിയിച്ചത്. പക്ഷേ ഇഡി അത് സമ്മതിച്ചില്ല. അത് പറ്റില്ല, നിങ്ങൾ നേരിട്ട് ഹാജരായേ മതിയാകൂ, ഞങ്ങൾക്ക് നേരിട്ട് പല കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യാനുണ്ട്, ഞങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കിട്ടണം, അത് നിങ്ങളുടെ മുഖത്തു നിന്ന് തന്നെ ഞങ്ങൾക്കത് അറിയണം എന്ന്. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞാൽ സമ്മർദ്ദമാണ്. കാരണം പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമ്മർദ്ദം താങ്ങാനാകില്ല. അറിയാതെ സത്യം, ഈ ഒളിച്ചു വച്ചിരിക്കുന്ന പലതും പുറത്തു വരും. പ്രത്യേകിച്ചും സാമ്പത്തിക ക്രമക്കേടാണ്. ഈ കണക്കുകൾ പൊരുത്തപ്പെടണം. അതായത് താങ്കൾ എനിക്ക് 100 രൂപ തരുന്നു, കടമായിട്ട് തന്നതാണ്, ഒരു 2-3 വർഷം കഴിഞ്ഞു ഞാനത് മറന്നുപോയി. അപ്പോൾ താങ്കൾ എന്നോട് പറയുകയാണ്, ഞാൻ ഇത്രാം തീയതി ഇന്ന മാസം ഇത്രാം തീയതി ഞാൻ താങ്കൾക്ക് 100 രൂപ കടം തന്നിരുന്നു എന്ന് പറയാനുള്ള ഒരു ഇത് താങ്കളുടെ കയ്യിൽ വേണം. കണക്ക് കൃത്യമായിട്ട് താങ്കളുടെ കയ്യിൽ വേണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഇപ്പം ഇവിടെ വീണയെ സംബന്ധിച്ച് ഈ വാങ്ങിയ പണവും ഈ വന്ന പണവും അല്ലാതെയുള്ള ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ, ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഈ കേവലം ഈ CMRLുമായിട്ട് മാത്രമല്ല, വേറെ 8 കമ്പനികളുമായിട്ടും ഇതുപോലെ ഇടപാട് നടത്തിയിട്ടുണ്ട്. ഈ 8 കമ്പനികളുടെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല, ഏതൊക്കെ കമ്പനിയാണ്. ഇത് നമ്മുടെ രാജ്യത്തിനകത്തുള്ളതാണോ പുറത്തുള്ളതാണോ, കേരളത്തിൽ തന്നെയുള്ള കമ്പനികളാണോ, അതോ
കേരളത്തിന് പുറത്തുള്ള കമ്പനികളാണോ, ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനികളാണോ? അത് വീണയുടെ തന്നെ ബൈ പ്രൊഡക്ട്സ് ആണോ? അതെ, വീണയുടെ ബൈ പ്രോഡക്ട്സ് ആകാൻ വഴിയില്ല. കാരണം അവരുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വീണയ്ക്ക് അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ, നമ്മളിത് മുമ്പ് പറഞ്ഞതാണ്, തീർച്ചയായിട്ടും അവിടെ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ട് എന്ന് പറയുന്നത് പിന്നെ കറണ്ട് അക്കൗണ്ടാണ്. ഒരു സുനീഷ് എം ആണ് അത്, ആ ജോയിൻ്റ് അക്കൗണ്ടിലെ മറ്റൊരാൾ. ആ അക്കൗണ്ടിലേക്ക് കുറേ പണം വന്നിട്ടുണ്ട്, എത്രയാണെന്ന് പോലും അറിയില്ല, കോടികൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ, അപ്പോൾ ഇത് ഒരു ഇന്ത്യക്ക് പുറത്ത് നടന്ന ഒരു ഇടപാടാണ്. ഇപ്പം ഈ EDയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും നടന്ന എല്ലാ ഇടപാടുകളും അന്വേഷിക്കാൻ അധികാരമുണ്ട്. അതിപ്പോൾ തുകയിലൊക്കെ വ്യത്യാസം വന്നാൽ മാറി, സ്വഭാവം മാറി, പക്ഷെ EDക്ക് അധികാരമുണ്ട് അത് അന്വേഷിക്കാൻ. കാരണം നിയമ ഭേദഗതിയിലൂടെ നമ്മുടെ സർക്കാർ അതിനുള്ള അധികാരം EDക്ക്, അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് നടക്കുന്ന കേസുകൾ അന്വേഷിക്കാൻ NIAക്ക് അധികാരമുണ്ട്. പണ്ട് CBIക്ക് മാത്രമേ പറ്റുള്ളൂ, ഇപ്പോൾ NIAക്കും പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ 8 കമ്പനികളുമായിട്ട് നടത്തിയിരിക്കുന്ന ഇടപാടുകൾ ഇത് ദുരൂഹമാണ് എന്നാണ് ഇതുവരെ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ ഇന്നലെ ഏഷ്യാനെറ്റ് ഇത് സംബന്ധിച്ച് വലിയ ചർച്ചയൊക്കെ നടത്തി. ഏഷ്യാനെറ്റിൻ്റെ ചർച്ച കേൾക്കുന്ന ആർക്കും, ഏഷ്യാനെറ്റിൻ്റെ വാർത്ത കാണുന്നവർക്ക്, മറ്റ് ചാനലുകൾ കാണുന്നവർക്ക് മനസ്സിലാകും, കേവലം ഒരു CMRലുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല വീണപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വെറും സാമ്പത്തിക ക്രമക്കേടാണോ, അതോ ഇതിൻ്റെ പുറകിൽ വലിയ ഗൂഢാലോചനയുണ്ടോ? ഈ പറഞ്ഞതുപോലെ PMLA കോടതിയിലേക്ക് ഇത് പോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട്, അത് ഈ കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇവർ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ്. SFIO സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കേൾക്കുന്നത് SFIOയുടെ 54 വാല്യങ്ങളായിട്ടുള്ള 134 രേഖകൾ EDയുടെ കയ്യിലേക്ക് വന്നിട്ടില്ല. ഇന്നൊരു പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ അറിഞ്ഞത് അത് വീണയ്ക്ക് EDക്ക് കിട്ടി എന്നുള്ളതായിരുന്നു. എന്തായാലും അതിപ്പോൾ കിട്ടിയിട്ടില്ല എന്നാണ് ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരം. മറ്റേത് മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരമാണ്. ഇത് കിട്ടി, അതായത് 3 ദിവസം കൊണ്ട് എന്തോ തന്നെ ഈ രേഖകൾ ED ഔദ്യോഗികമായി തന്നെ കോടതി വഴി അത് വാങ്ങി അതിൻ്റെ പകർപ്പെടുത്തു എന്നാണ് കിട്ടിയത്. പക്ഷെ ഇപ്പോൾ പറയുന്നു അങ്ങനെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി അത് കിട്ടിയതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. അതാണ് ഏറ്റവും പുതിയ ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വാർത്ത. ആയിക്കോട്ടെ, വീണയെ EDക്ക് എപ്പോൾ വേണമെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക. ഇനിയിപ്പോൾ വീണ കൃത്യമായിട്ട് ഹാജരാകും. കാരണം ഇപ്പോൾ വിളിപ്പിച്ച സമയത്ത് ആദ്യം ഒരു വയ്യായിക പറഞ്ഞു, സുഖമില്ല എന്നൊക്കെ പറഞ്ഞു, പിന്നെ മടിയങ്ങ് മാറും. അപ്പോൾ രണ്ടാമത് കൃത്യമായിട്ട് ഇന്ന ദിവസം നിങ്ങൾ ഹാജരായേ മതിയാകൂ എന്ന് കർശന നിർദ്ദേശം ED കൊടുത്തപ്പോൾ വീണ ഹാജരായി. അപ്പോൾ ഇനി തുടർ ദിവസങ്ങളിൽ ഇതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് വീണയ്ക്കും വീണയുടെ അഭിഭാഷകനും വീണയുടെ കുടുംബത്തിലുള്ളവർക്കും അറിയാം. നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്കാർക്ക്, മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ വിശകലനം ചെയ്യുന്നവർക്ക് നമുക്കിങ്ങനെ രണ്ട് പക്ഷവും പറയാവുന്നതാണ്. വീണ അറസ്റ്റിൽ. പക്ഷേ കഴിഞ്ഞ ദിവസം അതൊക്കെ അവിടെ നിൽക്കട്ടെ, വീണ പാർട്ടിക്കാരിയല്ല, പാർട്ടി മെമ്പറല്ല, CPM-ഉമായിട്ടൊരു ബന്ധമില്ല. അച്ഛൻ പ്രതിപക്ഷ നേതാവാണ്, ഭർത്താവ് ബേപ്പൂർ MLA മുൻ മന്ത്രി മുഹമ്മദ് റിയാസാണ്. അതൊക്കെയേ ഉള്ളൂ വീണയ്ക്ക് പാർട്ടിയുമായുള്ള ബന്ധം അവകാശപ്പെടാനുള്ളത്. കാരണം അമ്മ വീട്ടമ്മയാണ്, ടീച്ചറായിരുന്നു, സഹോദരൻ ബിസിനസ്സാണ്, പുറത്ത് ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറയുമല്ലോ, മറ്റേ ധാർഷ്ട്യക്കാരനാണ് അല്ലെങ്കിൽ പറയുന്നതെല്ലാം മണ്ടത്തരമാണ് എന്നൊക്കെ MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു. ED വീണയെ ഈ കേസിൽ പെടുത്തിയിരിക്കുന്നത് പിണറായി വിജയനെ കൊടുക്കാൻ വേണ്ടിയാണ്. അത് വളരെ തുറന്നടിച്ച് അദ്ദേഹം നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഈ വീണ എങ്ങോട്ടേക്കുള്ള, ഏത് കവലയിലേക്കുള്ള പാലമാണെന്ന്, EDക്ക് പോകാനുള്ള പാലമാണെന്ന് CPM-ന് നന്നായിട്ട് അറിയാം. അദ്ദേഹം അത് മനസ്സുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ ദിവസം തുറന്ന് പറയുകയും ചെയ്തു. അതിനെ ചെറുത്ത് തോൽപ്പിക്കുമെന്ന് പറഞ്ഞില്ല, പക്ഷേ അത് ശരിയല്ല, നല്ല നടപടിയല്ല, പാർട്ടിയെ നശിപ്പിക്കാനാണ്, CPM-നെ ഇല്ലാണ്ടാക്കാനാണ്
ED ശ്രമിക്കുന്നത് എന്നാണ്. കാരണം EDക്ക് എന്താ മുൻജന്മ വൈരാഗ്യം ഉള്ളത് പോലെ. അതെ 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 അതെ, മൻമോഹൻ സിംഗ് തുടങ്ങിയ അല്ലേ, മൻമോഹൻ സിംഗിന്റെ കാലത്തിന് മുമ്പ് തുടങ്ങിയ ഇഡി എത്രയോ കാലമായിട്ട് എൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ വളരെ പഴക്കം ചെന്ന അതിന് ഒരു മുമ്പേ ഉള്ളതാണ്. അന്വേഷണ അപ്പോൾ ഏജൻസിയാണ്. ഇപ്പൊ BJP സർക്കാർ 15 വർഷത്തിന് തുടങ്ങിയ ഒരു അന്വേഷണ ഏജൻസി ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. മനസ്സിലായി. അവർ കൊണ്ടുവരുന്ന ഒരു ഏജൻസി. പക്ഷെ CBI, ED, അങ്ങനെ SFIO അതൊക്കെ അല്ല, ഇതിനകത്തെല്ലാം വർഷങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് പറയാം, ഭരിക്കുന്ന കക്ഷി ഈ ഏജൻസികളെ ഉപയോഗിക്കുന്നു. അതെ, പക്ഷെ പാർട്ടിയെ നശിപ്പിക്കുന്നു. പാർട്ടിയെ നശിപ്പിക്കാനാണ് ED ശ്രമം എന്ന് അത് തന്നെ. പറയുന്നത്. അങ്ങനെ പാർട്ടിയെ നശിപ്പിക്കാൻ, പാർട്ടി നേതാക്കളെ വേട്ടയാടാൻ ഈ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന ഒരു ആക്ഷേപം ഉന്നയിക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ നാട്ടിൽ നിയമവ്യവസ്ഥയുണ്ട്, കോടതികളുണ്ട്. അങ്ങനെ ചുമ്മാ വേട്ടയാടുകയാണെങ്കിൽ ഇവിടെ ചോദിക്കാനും പറയാനും കോടതികളുണ്ട്. നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റോടെ സമീപിക്കാം. അങ്ങനെ അന്വേഷണ ഏജൻസികളെ തെറ്റായ രീതിയിൽ വ്യാജ കേസുകളുമായിട്ട് മുന്നോട്ട് പോയവരെ ഈ കോടതികൾ മൂക്കുകയറിട്ട നിരവധി സംഭവങ്ങൾ നമ്മുടെ നാട്ടിലില്ലേ? അതെ, അല്ലേ? അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള പാഴ്ശ്രമമാണ്. അതെ. പക്ഷേ ഈ പിണറായിയിലേക്കുള്ള വഴി നമ്മൾ പറയാറുണ്ടല്ലോ, മറ്റേ പാഴ്മുറം കൊണ്ട് സൂര്യനെ മറയ്ക്കാൻ ശ്രമം നടത്തുന്നു, അത്തരത്തിലേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ രാജേഷ് ജി, അങ്ങനെ ഈ പറഞ്ഞതുപോലെ പിണറായി വിജയനിലേക്ക് വരുന്നു, പിണറായിയാണ് ലക്ഷ്യം എന്നൊക്കെ ഇപ്പോൾ ഗോവിന്ദൻ പറയുന്നു. ഇത് സത്യത്തിൽ അവർ നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ അന്ന് വീട്ടിൽ വന്ന ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്, അവരുടെ വാഹനം ആക്രമിച്ചത്, ചുടുകട്ട എറിഞ്ഞത്, അവിടെ വലിയ സീനുണ്ടാക്കിയതൊക്കെ സത്യത്തിൽ ഇത് അന്നേ അവർ തിരിച്ചറിഞ്ഞത് ഒരു കൊണ്ടല്ലേ? ആക്രമണം ഏത് വിഭാഗം അല്ലെങ്കിൽ ഏതൊരു വ്യക്തി, ഇപ്പം രണ്ട് അയൽക്കാർ തമ്മിലുള്ള തർക്കമാണെങ്കിലും അതൊരു ആക്രമണത്തിലേക്ക് പോകണമെങ്കിൽ അത് കടുത്ത സംഘർഷാവസ്ഥയിൽ ഇനി അതിനപ്പുറം മറ്റൊരു പോംവഴി അവർക്കില്ല എന്ന് തോന്നുമ്പോഴാണ് അവർ കയ്യാങ്കളിലേക്ക് പോകുന്നത്. പാർട്ടി പ്രവർത്തകർക്ക് അല്ല, പാർട്ടി നേതാക്കൾക്ക് അറിയാമായിരുന്നു ഇനി അറസ്റ്റ് ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. അതിനുശേഷം നടന്ന പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞത് എന്താ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അവരെൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. ഇത് ഈ പിന്നെ മകളോടാണ് കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. ഇത് പത്രക്കാരെങ്കിലും ചോദിച്ചിട്ടാണോ ഇദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങൾ ശക്തി കാട്ടി, ഞങ്ങൾ ഇനി ചെറുത്ത് തോൽപ്പിക്കും എന്ന ആവേശത്തിന് അദ്ദേഹം പുറത്തിറങ്ങിയെന്ന് പറയുന്നത്. പാർട്ടി തങ്ങളുടെ ശക്തി കാട്ടിയിട്ടുണ്ട്. അല്ല, അപ്പോൾ പിണറായി വിജയൻ തന്നെ വിരുദ്ധമായ രണ്ട് കാര്യങ്ങൾ പറഞ്ഞില്ലേ അവിടെ? അല്ലേ? അഭിപ്രായം ഇരുമ്പോലൊക്കെ അല്ലെന്നൊക്കെ CPM-കാർ പറയും. പക്ഷേ വിരുദ്ധമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിനകത്തൊന്ന് മനസ്സിലാക്കിക്കൂടെ? ഈ പുറത്ത് തടിച്ചുകൂടിയ മണ്ടൻ ഗച്ഛാമികൾ പാർട്ടിയിലെ അവൈലബിൾ സെക്രട്ടറി ചേർന്ന് പാർട്ടി AKCന്റെ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു, നിങ്ങൾ അങ്ങോട്ട് ചെല്ലണം. അത് സ്വാഭാവികം. പ്രതിപക്ഷ നേതാവിന്റെ വീടിന് മുന്നിൽ ഒരു ഇഷ്യൂ നടന്നാൽ എത്തേണ്ടത് അവിടെ എത്തണം. ഇവരെല്ലാവരും ആദ്യം ധരിച്ചത് പിണറായി അറസ്റ്റ് ചെയ്യുന്നു. അറിയാം, അതെ, ഈ വീണയല്ല ലക്ഷ്യം, പിണറായി. ഈ ഇറങ്ങി വന്ന കാറിൽ പിണറായി ഉണ്ടോ എന്ന് പോലും സംശയമായിരുന്നു. ഇവർ ആക്രമിച്ചത് പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിനെ കാറിനകത്ത് ഇരുത്തിയിട്ട്, ഇവർക്കറിയില്ലല്ലോ ഗേറ്റിനകത്ത് എന്ത് കിടക്കുന്ന. EDക്കും അതിനകത്തെ സെക്യൂരിറ്റിക്കും പിണറായി പോലീസിനും അറിയാം, അവർക്കൊന്നും ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, ആരും മൊബൈൽ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് അകത്തെന്ത് നടക്കുന്നു എന്ന് പുറത്തുള്ളവർക്ക്, നമ്മുടെ പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദന് പോലും അറിയാൻ പറ്റുന്നില്ല. എന്തോ അകത്ത് നടക്കുന്നുണ്ട്, ആരെയോ ചോദ്യം ചെയ്യുന്നുണ്ട്, ഒന്നുകിൽ പിണറായി വിജയനെ അല്ലെങ്കിൽ മകൾ വീണ വിജയൻ. അപ്പോൾ ഈ അകത്തുനിന്ന് അതാരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അകത്തുനിന്ന് ഈ കാർ ഇറങ്ങി വരുന്നു, ഈ ഗേറ്റിനകത്തുനിന്ന് വലിയ വാടക വീട്ടിൽ നിന്നും കാർ ഇറങ്ങി ED കാർ ഇറങ്ങി വരുമ്പോൾ ഇതിനകത്ത് ഇവർ ധരിക്കുന്ന പിണറായി വിജയൻ ഉണ്ടെന്നാണ്. ആ വാഹനം ചെറുത്ത് ഏത് വാഹനത്തിലാണ് പിണറായി ഉണ്ടെന്ന് ഇവർക്ക് അറിയുന്നില്ല. അതെ, ഈ വണ്ടി അടിച്ചു തകർത്തതും പിണറായിക്ക് എന്ത് വേണമെങ്കിലും വരട്ടെ. ഓർമ്മയില്ലേ ഒരു അഡ്വക്കേറ്റ്, ഒരു അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, പുറത്തു പോകരുത്, അതിനകത്ത് കത്തിക്കണം. പിണറായി സഖാവിന് വേറെ വീട് വെച്ച് കൊടുക്കാം, അവരതിനകത്തിട്ട് അങ്ങ് തീർത്തയക്കണം എന്നാണ് സുപ്രീം കോടതി അഭിഭാഷകന്റെ അന്നത്തെ ആഹ്വാനം രാവിലെ. അത് ആർക്കും കിട്ടില്ലെന്ന് വിചാരിച്ചോ? പക്ഷേ അപ്പോൾ ഈ ഉച്ചയ്ക്ക് ഇറങ്ങി വരുന്ന ഈ വാഹന വ്യൂഹത്തിനകത്ത് 2-3 കാറുണ്ടായിരുന്നല്ലോ, ഇതിനകത്ത് പിണറായി സഖാവ് ഉണ്ടെന്ന് തന്നെയാണ് ധരിച്ചവര്. ഒന്നുകിൽ പിണറായിയും മകളും ഉണ്ടാകും. ഇവിടെയും സംഭവം വളരെ കൃത്യമാണ്. വീണയെ ചോദ്യം ചെയ്തിട്ട് വിട്ടയച്ചതും വീണ്ടും വിളിപ്പിക്കുന്നതും ഒക്കെ ഈ കൃത്യമായി വീണയിലൂടെ പിണറായി വിജയനിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇതൊക്കെ കർമ്മം ചെയ്തവർക്കല്ലേ അറിയുള്ളൂ താൻ എന്താണ് ചെയ്തത്. കാരണം പിണറായി ഇതുവരെ 10 വർഷം അനിഷേധ്യനായ മുഖ്യമന്ത്രിയും അനിഷേധ്യനായ CPM-ന്റെ രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ വാക്കാണ് അദ്ദേഹമാണ്. ഒരൊറ്റ വാക്ക്, ഏകവചനം, ബഹുവചനമില്ല. പക്ഷേ ഈ പിണറായി അറിയാതെ പാർട്ടിക്കുള്ളിൽ നേതൃത്വത്തിൽ ഒരു സമാന്തരമായൊരു
ടീം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കേസിനെ പഠിച്ചുകൊണ്ട് ഈ കേസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം. അങ്ങനെയൊക്കെ പോയിരുന്നാലും ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലയിൽ പിണറായിക്കെതിരെ ഒരു വാക്കും ഉരിയാടാൻ കഴിയില്ല, ഒരു അപശബ്ദവും ഉയർത്താൻ കഴിയില്ല. നോക്കൂ, MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം എന്താ പറയുന്നത് ഈ കാര്യത്തിൽ? മൗനമല്ലേ? വെറുതെ ഇങ്ങനെ അവിടെ ഡൽഹിയിൽ കൊടിയും പിടിച്ച് ഒരു സമരത്തിന് പോയി പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു എന്നുള്ളതല്ലാതെ ഈ MA ബേബിക്കോ തോമസ് ഐസക്കിനോ ഇവർക്കാർക്കെങ്കിലും ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ നിലപാട് പറയാൻ കഴിയുന്നുണ്ട്? ഇവരെല്ലാം ഇപ്പൊ പറയുന്നത് എന്താണ്? അല്ല, വീണ പാർട്ടിക്കാരിയല്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കിയതെന്നുള്ള ചോദ്യം. കഴിഞ്ഞ ദിവസം IPB അടക്കമുള്ള പ്രവർത്തകരെ ജയിലിൽ പോയി സന്ദർശിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വന്നിട്ട് എന്നോട് പറയുമായിരുന്നു, ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറയുമായിരുന്നു, പാർട്ടി പിണറായി വിജയനെ ഒന്ന് തള്ളി പറഞ്ഞിരുന്നെങ്കിൽ നഷ്ടം VD സതീശനാണ്. കാരണം ഒന്ന് തള്ളി പറഞ്ഞാൽ ഈ മാറി നിൽക്കുന്ന അണികൾ, പിണറായിയുടെ ഏകാധിപത്യത്തിൽ മനസ്സ് നൊന്ത് പ്രതിഷേധിച്ച് മാറി നിൽക്കുന്ന അണികളെല്ലാം തിരിച്ചു വരും. പാർട്ടി എന്നൊരൊറ്റ വികാരം വീണ്ടും സജീവമാകണമെങ്കിൽ പിണറായിയെ പാർട്ടി ഒന്ന് തള്ളി പറയണം. അതൊരു ചരിത്ര നിമിഷമാണ്. പക്ഷേ അത് പിണറായി ഈ കേസിൽ പ്രതിയാകുമോ, അല്ലെങ്കിൽ മകൾ വീണ വിജയനെ സംരക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ മകൾക്കെതിരെ എന്തുകൊണ്ട് പറയുന്നില്ല? അമേരിക്കക്കെതിരെ മോദിക്കെതിരെയും പറയുന്ന പിണറായി വിജയൻ മകൾ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടട്ടെ, അല്ലെങ്കിൽ നിരവധി തെളിയിക്കട്ടെ. പണ്ട് കോടിയേരി പറഞ്ഞതാണ് മകന്റെ കാര്യത്തിൽ, കോടിയേരിയും ഒരു ബിനീഷ് കോടിയേരിക്കും ഉണ്ട് ഒരു സഹോദരൻ. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് താൻ ഒരു വിധത്തിലും അതിനകത്ത് ഇടപെടില്ല. അല്ല, ഇവിടെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. എങ്കിലെന്ന് പറഞ്ഞത് ഈ പാർട്ടി അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി വീണ്ടും ഉയർത്തെഴുന്നേൽക്കുകയാണ്. പക്ഷെ അതിന് സമ്മതിക്കുന്നില്ലല്ലോ, പാർട്ടി ചെയ്യില്ലല്ലോ. അങ്ങനെ ഒന്നും ഉയർത്തെഴുന്നേൽക്കാൻ പിണറായി സമ്മതിക്കില്ല. അണികൾ കാത്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു നിലപാട്. അല്ല, അത് ഈ നമ്മളെ വിഷയത്തിൽ നിന്ന് പോയി. ED ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലം ഇത് മാത്രമല്ല, 8 കമ്പനികളുമായി നടത്തിയ ഇടപാടുകൾ, അതിനെക്കുറിച്ച് കൂടുതൽ ഈ വിവരങ്ങൾ CMRLുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാത്രമല്ല ED അന്വേഷിക്കുന്നത്, ED ചോദിക്കുന്നത്. വീണയ്ക്ക് അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. അവിടെ ഈ CMRLനെ കൂടാതെ 8 കമ്പനികളുമായി നടത്തിയ ഇടപാടുകൾ അത് ഇപ്പോൾ റഡാറിലാണ്. അത് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ വീണയ്ക്ക് വലിയ. ഒപ്പം സമാന്തരമായി 2232 കോടി എന്തോ ആണ് CMRLന്റെ ക്രമക്കേടായിട്ട് SFIO പറയുന്നത്. 180 കോടി എന്നാണ് ആദ്യം പറഞ്ഞത്. എന്തായാലും അത് കൂടുതൽ കഴിഞ്ഞ 15 വർഷത്തെ ഇടപാട്. 200-ൽ പരം കോടി രൂപയുടെ ഇടപാടിൽ അതിലും വീണയ്ക്ക് പങ്കുണ്ടോ? ഈ 8 കമ്പനി മറ്റ് കമ്പനികൾക്ക് പങ്കുണ്ടോ? ഇതൊക്കെ ED നോക്കുന്നുണ്ട്. SFIO റിപ്പോർട്ട് കൃത്യമായി CMRLുമായിട്ട് ആ കമ്പനികൾക്ക് ബന്ധമുണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ അറിയില്ല. ഈ CMRLന്റെ തന്നെ വല്ല സഹോദര സ്ഥാപനങ്ങളുമാണോ വല്ല ഷെൽ കമ്പനികളുമാണോ ഇതൊന്നും നമുക്കിപ്പോൾ അറിയില്ല. നമുക്കറിയുന്നത് ഇത്രയുമാണ്. അതിനെ സംബന്ധിച്ച് ഒരുപാട് ദുരൂഹതകളുണ്ട്. ആ ദുരൂഹതകൾ നീക്കേണ്ട ചുമതല തീർച്ചയായിട്ടും വീണ തായ്ക്കണ്ടിക്കും അതുപോലെ പബ്ലിക് ഡൊമൈനിൽ കാര്യങ്ങൾ, അന്വേഷണ വിവരങ്ങൾ ഭാഗികമായെങ്കിലും പങ്കുവയ്ക്കാൻ EDക്കും ചുമതലയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. കഴിഞ്ഞ ദിവസം ഷോൺ ജോർജിന്റെ ഈ വീണ ജോർജിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ആണല്ലോ SFIയെ സമീപിച്ചതും ഷോൺ പറഞ്ഞ നിയമ നടപടിയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ കേസിലെ പ്രധാന ഉത്തരവാദി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം പിണറായി വിജയനിലേക്ക് എത്തുകയും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയാൽ നിയമപരമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതുവരെ താൻ നിയമ പോരാട്ടം തുടരും. CMRൽ നിന്നും ഇതിന്റെ വിശദാംശങ്ങൾ തേടി ഒരു CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ മുന്നോട്ട് പോവുകയാണ്. ഷോൺ മറ്റൊരു വെടി കൂടെ പൊട്ടിച്ചിട്ടുണ്ട്. അതെ, CMRൽ നിന്നും അനധികൃതമായി സാമ്പത്തിക നേട്ടങ്ങൾ കൈപ്പറ്റിയതായി ആരോപിക്കപ്പെടുന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണം. അവരുടെ പങ്കും ബന്ധപ്പെട്ട അഴിമതി ക്രമക്കേട് ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണം. ഇത് സംബന്ധിച്ചും താൻ കോടതിയിൽ പോകും. അങ്ങനെ ഷോൺ വിടില്ല, ഉടുമ്പ് പോലെ പിടിച്ചിരിക്കുകയാണ്. ആ പിടി വിടണ്ട. നമുക്ക് പറയാനുള്ളത് ഇതാണ്, ഈ പുതുതായിട്ട് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ 8 കമ്പനികളുമായിട്ടുള്ള സാമ്പത്തിക ഇടപാട്, ആ സാമ്പത്തിക ഇടപാടിനെ സംബന്ധിച്ച വിശദാംശങ്ങളും പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ അതായത് പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിലുണ്ട് എന്ന് പറയുന്നത് പോലെയാണ്. പുറമേ CMRലുമായിട്ടുള്ള കേവലം ഒരു 2.78 കോടി രൂപയുടെ ഇടപാട് മാത്രമല്ല,
വേറെ വലിയ സാമ്പത്തിക ഇടപാടുകൾ ക്രമക്കേടുകളാണോ അല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. സാമ്പത്തിക ഇടപാടുകൾ നടന്നിരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് സംശയമുള്ളതുകൊണ്ട്, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇ ഡി അന്വേഷിക്കുന്നത്. അല്ലാതെ ഇ ഡി ഒരു സുപ്രഭാതത്തിൽ വന്ന് അന്വേഷിക്കുകയൊന്നുമില്ല. ഈ രാഷ്ട്രീയ വിരോധം തീർക്കാനെന്നൊക്കെ പറയുന്നത് വെറും ഈ കഴിഞ്ഞ 10 കൊല്ലം ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ BJP ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരെ തൊടാതിരുന്നത് ഇവരെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് തിരിച്ചു പറയണ്ടേ? അപ്പോൾ അതിനൊന്നും ഇവിടെ യാതൊരു സ്റ്റാൻഡിങ്ങും ഇല്ല. അതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. വളരെ കൃത്യമായിട്ട് ഈ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇ ഡിക്ക് കൃത്യമായി ഇതിനെക്കുറിച്ച് ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ട് വീണ എത്രയും പെട്ടെന്ന് ഉള്ള സത്യം പറഞ്ഞ് തടി കൈച്ചിലാക്കുന്നതാണ് നല്ലത്.